സൂക്ഷിച്ച്. ഇനി നടക്കാം അല്ലേ? അല്ല, എന്താ ഇത്? നമുക്ക് ആരോടെങ്കിലും പറയാൻ മടിയുള്ള പ്രശ്നങ്ങൾ എഴുതി പെട്ടിയിലിട്ടാൽ മതി. അത് ചങ്ങാതി ടീച്ചർ സ്വകാര്യമായി എടുത്ത് വായിച്ചോളും. ടീച്ചർ അത് വായിച്ച് നമ്മളെ സഹായിക്കും. അത് കൊള്ളാലോ. ശരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതട്ടെ. എല്ലാ വിദ്യാർത്ഥികളെയും ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പോലീസ് സേന നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏക സ്കൂളാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഡിസിപ്ലിൻ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത് കാണാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അതിനെ സങ്കീർണമാക്കി ആ പ്രശ്നത്തെ വലുതാക്കി നിങ്ങൾക്ക് തന്നെ പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളൊരു പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു മീൻ ചത്തതിന്റെ പേരിൽ ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം. എത്രയോ ചെറിയ പ്രശ്നമാണ്. അതിനെയാണ് ആ കുട്ടി വളരെ സങ്കീർണമാക്കിയെടുത്ത് ഈ ഭൂമിയിൽ ദാനം കിട്ടിയ ജീവിതത്തെ നശിപ്പിച്ചത്. അപ്പോൾ ഇത്തരം ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് തുറന്നു പറയാൻ കഴിയണം. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് അത് നിങ്ങളുടെ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന മറ്റാരോടെങ്കിലും പറയേണ്ടതുണ്ട്. ആരോടെങ്കിലും പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കീഴിൽ തുടങ്ങിയ പുതിയ സംരംഭമായ പങ്കുവയ്ക്കാം ചങ്ങാതിയോട് എന്ന പദ്ധതിയിലൂടെ പരിഹാരം കണ്ടെത്താനാകും. വിദ്യാർത്ഥികൾക്കെല്ലാം ഈ അവസരം യോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ? നല്ല വിശേഷം ടീച്ചർ. ഇന്നെന്താ പ്രത്യേക സന്തോഷം? നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത് ആര് തന്നെയാണ്? ആരാ നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത്? ആരാ? നമ്മൾ തന്നെയാണല്ലേ. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതുണ്ടാവും. നമ്മൾ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ? ഓക്കെ, ആൻസർ പേപ്പർ തന്നാലോ? ഗോകുൽ, ശിവദ, ഗീതിക, എന്തു പറ്റി? നല്ലതുപോലെ എഴുതുന്ന കുട്ടിയായിരുന്നല്ലോ. ഒന്നുമില്ല ടീച്ചറെ. ശ്രദ്ധിക്കണം കേട്ടോ. സാരല്ല. എന്താ ഗീതിക, സുഖല്ലേ? ഒന്നുമില്ല ഐഷ. ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഒന്നുമില്ലടി. നിനക്ക് എന്നോട് പറയാൻ മടിയാണെങ്കിൽ ചെങ്ങാതിപെട്ടിയോട് പറഞ്ഞോ. എന്താ മോളെ പെട്ടിക്ക് മുകളിലിരിക്കുന്നത്? ചെങ്ങാതി വരുമെന്ന് പറഞ്ഞു. ആര്? ഏട്ടന്റെ കൂട്ടുകാരൻ. ഏട്ടൻ എത്രയിലാ പഠിക്കുന്നത്? 6ാം ക്ലാസ്. അതെയോ? ഈ മോളെ ഒന്ന് അവളുടെ ക്ലാസ്സിലാക്കി കൊടുക്കും. ചെങ്ങാതി വരുമ്പോ പറയണേ. എനിക്ക് കണക്കിനെയും ഫിസിക്സിനെയും പേടിയാണ്. പ്രിയപ്പെട്ട രേഷ്മയ്ക്ക് ഏത് വിഷയവും മനസ്സിലാക്കി പഠിച്ചാൽ ഏറെ രസകരമാകും. ഇനി നമുക്ക് അങ്ങനെ ശ്രമിക്കാം. ഞാനും സഹായിക്കാം എന്ന് സ്നേഹത്തോടെ ചങ്ങാതി.
പ്രിയപ്പെട്ട ഷാവുലിന്, ക്ലാസ്സിൽ എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നത് ഒരുപക്ഷെ നിന്റെ തോന്നലാകാം. എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാനാവും. കുന്നോളം സ്നേഹിക്കുക. നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. തീർച്ചയായും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഒപ്പം ചങ്ങാതിയുണ്ട്. ആ സങ്കടം വന്നതെന്തുകൊണ്ടാണ് ആന്റണി? ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം മനസ്സിലുള്ളത് കൊണ്ടാണ്. അത് നല്ലത്. മനസ്സിനെ ദൃഢപ്പെടുത്തുക. ഇനി തെറ്റിലേക്ക് വഴുതി പോവില്ലെന്ന് ഉറപ്പാക്കുക. ഒട്ടും സാധ്യമാകുന്നില്ലെങ്കിൽ നമുക്ക് നേരിൽ സംസാരിക്കാം. ധൈര്യമായിരിക്കും. അമ്മയോട് പറയാനാവാത്തത് അത് എന്തോ അതെൻ ചങ്ങാതിയോട്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ തൊട്ടാൽ അറിയുന്നില്ലേ, അതിനെ സഹായിക്കുന്നതാണ് ഈ ന്യൂറോൺ. ഹലോ, ഗീതികയുടെ അച്ഛനല്ലേ? അതെ, ഞാൻ സാന്ദ്ര ടീച്ചറാണ്. ഇപ്പൊ വിളിച്ചത് മോളോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ. ആ വൈകുന്നേരം ഭീതിയോടെയല്ലാതെ എനിക്ക് ഓർക്കാനാവില്ല. അന്ന് അനുശ്രീ ഇല്ലാത്തതിനാൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയത് ഞാൻ തനിച്ചാണ്. അമ്മ 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 ശാലിനി ചേച്ചി ഇല്ലേ? അവളും നിന്റെ അമ്മയും കൂടിയാ ടൗണിൽ പോയത്. അമ്മ ചാവി തന്നിരുന്നോ? ചാവിയൊന്നും ഇവിടെ തന്നില്ല. മോള് കയറിയിരുന്നോ? അർച്ചന വന്നില്ലേ? അവള് ട്യൂഷന് പോയി. നീ കയറിയിരിക്കേ. ചായ കുടിച്ചില്ലേ? മോള് ടി വി ഉണ്ടോ? ഞാൻ ചായ ഉണ്ടാക്കി ഇപ്പൊ വരാം. അമ്മേ അമ്മേ. എന്താടി? നിന്ന് കിണുങ്ങാതെ വല്ലതും പോയി പഠിക്കാൻ നോക്ക്. അമ്മേ. എന്താടി, കുറെ നേരമായല്ലോ അമ്മ കുമ്മാന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണ. എന്താ നിനക്ക് വേണ്ടത്?
എനിക്ക് പേടിയാണ് ടീച്ചർ. ആരോടെങ്കിലും ഇത് പറഞ്ഞ എന്നെ കൊന്നു കളയുന്ന അയാൾ പറഞ്ഞത്. പേടി കൊണ്ട് എനിക്ക് ഉറങ്ങാനാവുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ ചാവാൻ തോന്നും. എന്നെ ഒന്ന് സഹായിക്കാമോ? ഒട്ടും മടിക്കേണ്ട, അവരെ വിളിച്ചു പറഞ്ഞു. മിടുക്കി, മിടുമിടുക്കി. നല്ല മാർക്കുണ്ടല്ലോ. നല്ല കുട്ടി. മോളുടെ ചങ്ങാതിയല്ലേ. ചങ്ങാതി വരും ട്ടോ. ചങ്ങാതിപ്പെട്ടിയിൽ ഒരു കത്ത് പോലുമില്ല. അത് നല്ല കാര്യല്ലേ. എത്ര നാളായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മുടെ പദ്ധതി വിജയിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. എന്താ എന്റെ ടീച്ചറെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വലിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വൈകുന്നേരത്ത് നമ്മൾ ഈ ഒരു പ്രത്യേക അസംബ്ലി വെച്ചിരിക്കുന്നത്. എന്റെ കുട്ടികളെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വിഷമങ്ങൾ തുറന്നു പറയാൻ എല്ലാവർക്കും ഒരു ആത്മസുഹൃത്ത് ആവശ്യമാണ്. അതാണ് പങ്കുവെക്കാൻ ചങ്ങാതിയോട് എന്ന ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം കുട്ടികളുടെ നല്ല ചങ്ങാതിമാരായി മാറണം. മക്കളെ, വിഷമങ്ങൾ മൂടിവെക്കാനുള്ളതല്ല, തുറന്നു പറയാനുള്ളതാണ്. തുറന്നു പറഞ്ഞ് പരിഹരിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഇനി മുതൽ ചങ്ങാതിപ്പെട്ടികൾ ഉണ്ടാകില്ല. പകരം നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ചങ്ങാതിപ്പെട്ടികളാവാൻ പോവാണ്. എന്താ, എല്ലാവരും തയ്യാറല്ലേ? എന്നാല് ടീച്ചർ ഒരു വാചകം പറയാം. നിങ്ങളത് ഏറ്റു പറയുമോ? എല്ലാവരും റെഡിയാണോ? Friends are angels who help us to fly. Friends are angels